ഹൈക്കോടതി രണ്ടംഗ ബെഞ്ചാണ് ഈ SITയുടെ അന്വേഷണത്തെ നിരീക്ഷിക്കുന്നത്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോടതി ഇന്നുവരെ അന്വേഷണത്തെക്കുറിച്ച് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞത് മറ്റൊരു ബെഞ്ചാണ്, അത് ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ചിന്റെ പരാമർശമാണ്. കോടതിയുടെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒരു കടന്ന് ഒന്നും പറയുന്നില്ല. സിംഗിൾ ബെഞ്ചിന്റെ സത്യത്തിലുള്ള പരാമർശം ഡിവിഷൻ ബെഞ്ചിനെതിരെയാണോ എന്നൊക്കെ നിയമവിദഗ്ധർ തന്നെ ആശങ്കപ്പെടുന്നുണ്ട്. അത് മറ്റൊരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് SITയുടെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്ന, 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായി റിപ്പോർട്ട് പരിശോധിക്കുന്ന ഹൈക്കോടതി രണ്ടംഗ ബെഞ്ച് ഇതുവരെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ ഇപ്പോൾ ഈ അന്വേഷണം, പിന്തുണ എന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, സ്വീകാര്യത ഈ അന്വേഷണത്തിന് വന്നിട്ടുണ്ട്. പിന്നെ പോറ്റിയെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. പോറ്റി ശബരിമലയിൽ വരുന്നത് 2004-ലല്ലേ? ഇതിൻ്റെ ഒക്കെ രാഷ്ട്രീയ ബന്ധത്തിലേക്ക് ഞാൻ പോകാത്തത് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെയൊക്കെ പോയി പറഞ്ഞ് ചെറുതാവണോ എന്നുകൊണ്ടാണ്. ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നൊക്കെയാണ്. പോറ്റിയുമായിട്ട് UPA അധ്യക്ഷയുടെ കയ്യിൽ ചരടാണോ സ്വർണ്ണം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പോട്ടെ. പലതവണ സന്ദർശിക്കാനും ഒക്കെ എടുത്ത അത് വെച്ച് ഏതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് എനിക്ക് വേണമെങ്കിൽ പോവാം. ഞാൻ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരോപണങ്ങൾ ചരിത്രത്തിൽ ആരോപണം മാത്രമാണ്. അന്വേഷണ സംഘം ശരിയായ ദിശയിൽ പോകുന്നു, കോടതി നിരീക്ഷിക്കുന്നു, പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ നടപടികളിലേക്ക് മുൻപോട്ട് പോട്ടെ. അതിനെന്തിനാണ് നമ്മൾ തടസ്സം സൃഷ്ടിക്കുന്നത്?